In a city so bright. ഏവർക്കും മറ്റൊരു അത്ഭുത പ്രകൃതി പ്രതിഭാസ വിവരണത്തിലേക്ക് സ്വാഗതം. ചില ഭാഗത്ത് ശീതകാലത്തെ ഇരുണ്ടതും മേഘരഹിതവുമായ രാത്രികളിൽ ദർശിക്കാവുന്ന ഒരു പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസമാണ് ഇവിടെ വിവരിക്കുന്നത്. ഇത് ദർശിക്കാൻ സാധിക്കുന്ന രാജ്യങ്ങൾ നോർവേ, ഐസ്ലൻഡ്, ഫിൻലൻഡ്, സ്വീഡൻ, കാനഡ എന്നിവയാണ്. അതേപോലെ തെക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. ഈ വർണ്ണ പ്രതിഭാസത്തെ അറോറ ലൈറ്റ്സ് എന്നറിയപ്പെടുന്നു. വടക്കൻ അർദ്ധഗോളത്തിൽ അഥവാ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഇവയെ അറോറ ബൊറേലിസ് എന്നും തെക്കൻ അർദ്ധഗോളത്തിൽ അറോറ ഓസ്ട്രേലിസ് എന്നും വിളിക്കപ്പെടുന്നു. രാത്രിയിൽ ആകാശത്ത് പച്ച, നീല, ചുവപ്പ്, വയലറ്റ് തുടങ്ങിയ നിറങ്ങളിൽ ഉള്ള പ്രകാശ തരംഗങ്ങൾ നൃത്തം ചെയ്യുന്നത് പോലെ കാണപ്പെടുന്നതാണ് ഇവയുടെ പ്രത്യേകത. ഇത് ഭൂമിയിലെ ഏറ്റവും അത്ഭുതകരമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ്. ധ്രുവപ്രദേശങ്ങൾ സമീപമുള്ള ചില രാജ്യങ്ങളിൽ ഈ വർണ്ണപ്രകാശങ്ങൾ ആകാശത്ത് കാണാൻ സാധിക്കുന്നു. പ്രധാനമായും വടക്കൻ അർദ്ധഗോളത്തിലെ രാജ്യങ്ങളിലാണ് അറോറ ബൊറേലിസ് കൂടുതൽ വ്യക്തമായി കാണപ്പെടുന്നത്. സൂര്യനിൽ നിന്നും പുറപ്പെടുന്ന വൈദ്യുത ഭാരമുള്ള കണങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലെ ഓക്സിജൻ, നൈട്രജൻ തുടങ്ങിയ വാതകങ്ങളുമായി കൂട്ടിയിടിക്കുമ്പോഴാണ് ഈ പ്രകാശം രൂപപ്പെടുന്നത്. ഈ കണങ്ങൾ ഭൂമിയുടെ കാന്തിക ക്ഷേത്രത്തിലെ സ്വാധീനത്തിൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നു. അതിനാൽ തന്നെ ധ്രുവങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങളിലാണ് അറോറകൾ കൂടുതലായി കാണപ്പെടുന്നത്. ശീതകാലത്ത് ഇരുണ്ടതും മേഘരഹിതവുമായ രാത്രികളിലാണ് അറോറകൾ ഏറ്റവും വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. പുരാതന കാലങ്ങളിൽ പല സംസ്കാരങ്ങളും ഇവയെ ദൈവങ്ങളുടെ സന്ദേശം, ആത്മാക്കളുടെ സാന്നിധ്യവുമായി കരുതിയിരുന്നു. ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെയും ഫോട്ടോഗ്രാഫർമാരെയും ആകർഷിക്കുന്ന അത്ഭുതകരമായ പ്രകൃതി ദൃശ്യമായി അറോറ ലൈറ്റുകൾ തുടരുന്നു. അറോറ ലൈറ്റുകൾ കാണുന്ന പ്രശസ്തമായ രാജ്യങ്ങളിലൊന്ന് നോർവേ ആണ്. നോർവേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ നോർത്തേൺ ലൈറ്റ്സ് കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ട്രോംസോ പോലുള്ള ആർട്ടിക് പ്രദേശങ്ങളിൽ പച്ചയും നീലയും കലർന്ന അറോറ കാഴ്ചകൾ അതിമനോഹരമാണ്. മലനിരകളും മഞ്ഞു മൂടിയ പ്രകൃതിയും ഈ അനുഭവത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. നോർവേ യൂറോപ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ഒരു മനോഹര രാജ്യമാണ്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊന്നായ നോർവേ പ്രകൃതി സൗന്ദര്യം, മലനിരകൾ, ഫോർഡുകൾ, മഞ്ഞുപാളികൾ കൂടാതെ നോർത്തേൺ ലൈറ്റ്സ് എന്നിവ കൊണ്ട് പ്രശസ്തമാണ്. തലസ്ഥാനം ഓസ്ലോ ആണ്. നോർവേയുടെ തീരപ്രദേശത്ത് കാണുന്ന ഫ്യോർഡുകൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങളിൽ ഒന്നാണ്. മലകളുടെ ഇടയിൽ കടൽ ജലം കയറി രൂപപ്പെട്ട ഈ നീളമുള്ള ജലപാതകൾ സഞ്ചാരികളെ അതിയായി ആകർഷിക്കുന്നു. പ്രത്യേകിച്ച് ഗേറാങ്കർ ഫ്യോർഡ് പോലുള്ള പ്രദേശങ്ങൾ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ടതാണ്. ഫ്യോർഡുകളെ മലകൾക്കിടയിലൂടെയുള്ള കടൽച്ചാലുകൾ എന്ന് പറയാം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഹിമാനികൾ മലമ്പ്രദേശങ്ങൾ ചുരണ്ടി ആഴമുള്ള താഴ്വരകൾ രൂപപ്പെടുത്തി. പിന്നീട് ഹിമാനികൾ ഉരുകിയപ്പോൾ കടൽജലം ആ താഴ്വരകളിലേക്ക് കയറി നിറഞ്ഞതോടെയാണ്
ഫ്രോഡുകൾ രൂപപ്പെട്ടത്. Neon signs light up the night. Electric hearts in a city so bright. We're chasing dreams through pixel streams, dancing shadows under glowing beams. Let the rhythm take control. Feel the beat, ignite your soul. Colors flash, they paint the air. Hold the moment, nothing compares. അറോറ ലൈറ്റ്സ് കാണുന്ന മറ്റൊരു രാജ്യമാണ് ഐസ്ലൻഡ്. അഗ്നിപർവ്വതങ്ങളും ഹിമാനികളും നിറഞ്ഞ ഐസ്ലൻഡിൽ അറോറ ലൈറ്റുകൾ വളരെ വ്യക്തമായി കാണുന്നു. പ്രകാശം കുറവായതിനാൽ രാത്രിയിലെ ആകാശം നിറങ്ങളാൽ നിറഞ്ഞതായിരിക്കും. മറ്റൊരു രാജ്യമാണ് ഫിൻലൻഡ്. ഫിൻലൻഡിലെ ലാപ്ലാൻഡ് പ്രദേശം അറോറ കാണാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലങ്ങളിലൊന്നാണ്. ഗ്ലാസ് ഇഗ്ലൂകളിൽ താമസിച്ച് കിടന്നുകൊണ്ട് തന്നെ ആകാശത്തിലെ പ്രകാശ നൃത്തം ആസ്വദിക്കാൻ സൗകര്യമുണ്ട്. ഗ്ലാസ് ഇഗ്ലൂയിൽ ഫിൻലൻഡിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര ആകർഷണങ്ങളിൽ ഒന്നാണ്. മഞ്ഞ് പൊതിഞ്ഞ ലാപ്ലാൻഡ് പ്രദേശങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഈ ഗ്ലാസ് മുറികൾ പ്രകൃതിയുടെ അത്ഭുതങ്ങൾ നേരിട്ട് ആസ്വദിക്കാൻ സഹായിക്കുന്നു. അറോറ ലൈറ്റ്സ് കാണുവാനാണ് ഇവിടെ സഞ്ചാരികൾ പ്രധാനമായി എത്തുന്നത്. ഗ്ലാസ് ഇഗ്ലൂകൾ സാധാരണ ഗ്രീൻലാൻഡിലെ ഇഗ്ലൂകളെ പോലെ തോന്നുമെങ്കിലും ഇവ മഞ്ഞുകൊണ്ടല്ല, പ്രത്യേകതരം ശക്തിയേറിയ ചൂട് പ്രതിരോധ ഗ്ലാസ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുറിക്കുള്ളിൽ കിടന്നുകൊണ്ട് തന്നെ രാത്രിയിലെ ആകാശം മുഴുവൻ കാണാൻ സാധിക്കും. ശീതകാല രാത്രികളിൽ ആകാശത്ത് പച്ചയും നീലയും നിറഞ്ഞ അറോറ ലൈറ്റുകൾ തെളിയുന്ന കാഴ്ച അതിമനോഹരമാണ്. മറ്റൊരു രാജ്യമാണ് സ്വീഡൻ. അവിടുത്തെ കിറൂന പ്രദേശം നോർത്തേൺ ലൈറ്റ്സ് ടൂറിസത്തിനായി പ്രശസ്തമാണ്. മഞ്ഞ് പൊഴിഞ്ഞ വനങ്ങൾക്ക് മുകളിൽ അറോറകൾ തെളിയുന്നത് അപൂർവ സൗന്ദര്യ കാഴ്ചയാണ്. അറോറ ദർശിക്കാവുന്ന മറ്റൊരു രാജ്യമാണ് കാനഡ. കാനഡ വടക്കൻ പ്രദേശങ്ങളിൽ ശീതകാലത്ത് അറോറകൾ പതിവായി കാണപ്പെടുന്നു. യൂക്കൺ, നോർത്ത് വെസ്റ്റ് ടെറിട്ടറീസ് തുടങ്ങിയ പ്രദേശങ്ങൾ ഇതിന് പ്രശസ്തമാണ്. മറ്റൊരു പ്രദേശമാണ് അലാസ്ക. അമേരിക്കയിലെ അലാസ്ക സംസ്ഥാനവും അറോറ കാഴ്ചകൾക്കായി പ്രശസ്തമാണ്. പ്രത്യേകിച്ച് ഫെയർബാങ്ക്സ് പ്രദേശത്ത് നോർത്തേൺ ലൈറ്റ്സ് വളരെ വ്യക്തമായി കാണാൻ കഴിയും. വടക്കൻ അറോറകൾക്ക് സമാനമായി തെക്കൻ അർദ്ധഗോളത്തിൽ കാണപ്പെടുന്ന അറോറയെ അറോറ ഓസ്ട്രേലിയസ് എന്ന് വിളിക്കുന്നു. ഇത് പ്രധാനമായും ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, അന്റാർട്ടിക്ക രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. അന്റാർട്ടിക്ക ലോകത്തിലെ തെക്കേ അറ്റത്തുള്ള ഭൂഖണ്ഡമാണ്. ഇത് പൂർണ്ണമായും മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നതിനാൽ മഞ്ഞിന്റെ ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നു. ഭൂമിയിലെ ഏറ്റവും തണുത്തതും ഏറ്റവും കാറ്റേറിയതും ഏറ്റവും വരണ്ടതുമായ അന്റാർട്ടിക്കയാണ്. ഇവിടെ സ്ഥിര താമസക്കാരില്ല. ശാസ്ത്രജ്ഞരും ഗവേഷകരുമാണ് താൽക്കാലികമായി ഇവിടെ താമസിക്കുന്നത്. അന്റാർട്ടിക്കയുടെ 98% കട്ടിയുള്ള മഞ്ഞുപാളികളാൽ മൂടപ്പെട്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ ഈ മഞ്ഞിന്റെ കനം നിരവധി കിലോമീറ്റർ വരെ എത്തുന്നു. ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ വലിയൊരു പങ്ക് ഈ മഞ്ഞുകാളിൽ അടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ബ്ലഡ് ഫോൾസ് അത്ഭുത പ്രകൃതി പ്രതിഭാസങ്ങളിൽ ഒന്നാണ്. പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത് ഉപ്പുവെള്ളത്തിൽ അയൺ കണ്ടന്റ് വളരെ കൂടുതലായതിനാലാണ്. അറോറ ലൈറ്റുകൾ ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരു അപൂർവ പ്രകൃതി വിസ്മയമായി എന്നും പരിഗണിക്കപ്പെടുന്നു. മറ്റൊരു അത്ഭുത പ്രതിഭാസ വിവരണവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.